ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിങ്ങനെ ഓണവേഷത്തിലൊക്കെ ഇരിക്കുന്ന എന്തായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. ഓണം മൂഡ് ഓണായിരിക്കുകയാണ്. ചിങ്ങം 1 മുതൽ ഇനി അങ്ങോട്ട് ഓണമാണല്ലോ. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ സ്കൂളിലും നമ്മുടെ കോളേജസിലും വർക്ക് പ്ലേസിലും ഒക്കെ ഓണപരിപാടികൾ വെക്കാം. അപ്പോൾ ഓണപരിപാടിയുടെ ഒന്ന് താരമായി തിളങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടുക. പക്ഷേ പെൺകുട്ടികൾക്ക് ഹെയർ സ്റ്റൈലിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന്. എനിക്കറിയാവുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും മറക്കണ്ട. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ചെറുതിലേ മുതൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമുക്ക് സ്ഥിരമായി എടുക്കുന്ന ഒരു പാർട്ടീഷൻ ഉണ്ടാവുമല്ലോ. ചിലര് നടുക്ക് കൂടി ആയിരിക്കും പാർട്ടീഷൻ എടുക്കുക, ചിലത് വലത് സൈഡിലായിരിക്കും, ചിലത് ഇടത് സൈഡിലായിരിക്കും. ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എൻ്റെ വലത് ചിലപ്പോൾ ഇടതായിട്ടായിരിക്കും കാണുന്നത്. ഞാൻ സ്ഥിരം കിട്ടുന്ന ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് വന്നിട്ട് എൻ്റെ വലത് സൈഡിലാണ് ഞാൻ ഈ ഒരു പോർഷൻ വലത്തോട്ടാണ് കോംബ് ചെയ്തേക്കുന്നത്. ഇതെൻ്റെ റൈറ്റ് സൈഡാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ എനിക്ക് വോളിയം കൂടുതലായത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കെട്ടാൻ പോകുന്ന ഹെയർ സ്റ്റൈൽ കുറച്ച് പഫി ആയിട്ടിരിക്കും. ലൈക്ക് ഒന്നുമില്ല, സിമ്പിളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ചുരുട്ടി 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 കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇങ്ങനെ ചുരുട്ടി എടുക്കുന്ന ക്ലിപ്പ് ചെയ്യാം. ഒന്ന് ഇവിടെ വെച്ച് ക്ലിപ്പ് ചെയ്യാം, മുടിയുടെ ഉള്ളിലോട്ട് വെച്ച് ക്ലിപ്പ് ചെയ്യാം, ബാക്കിൽ വെച്ച് ക്ലിപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ വെച്ച് ഇപ്പോൾ ക്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക് ടാക്ക് ക്ലിപ്സ് യൂസ് ചെയ്യാം, അല്ലാണ്ട് ഹെയർ പിൻസും യൂസ് ചെയ്യാം. എൻ്റെ മുടിക്ക് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് എനിക്ക് എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. 2 സ്ലൈഡിൽ അത് സെക്യൂർ ആയിരിക്കും. 2 ഹെയർ പിന്നിൽ മുടി സെക്യൂർ ആയിരിക്കും. അതേപോലെ നമുക്ക് ഈ വശത്തും ഇത് മുതൽ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഈസി. ഞാനിപ്പോ ഇയറിങ്സ് ഇടാത്തത് ഹെയർ സ്റ്റൈലില് കെട്ടുന്ന എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇയറിങ്സ് ഇട്ട് കഴിഞ്ഞാൽ. ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഹെയർ സ്റ്റൈല്. ഞാൻ പൂവൊന്നും മേടിച്ചിട്ടില്ല. പൂവൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൂവും കൂടി വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പൂവ് വെക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ മതി. ഞാൻ ഉള്ളിലോട്ടാണ് കേട്ടോ സെക്യൂർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടും സെക്യൂർ ചെയ്തിട്ട് മുടി ഇങ്ങനെ പിരുത്തിടാം, അല്ലെങ്കിൽ ബാക്കിൽ കൊണ്ടുപോയി സെക്യൂർ ചെയ്ത് ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടേക്ക് ഒതുങ്ങിയിരിക്കും കേട്ടോ. എനിക്ക് ഹെയർ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് ചേരൂല എന്നൊരു ഇതുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് മാത്രം സെക്യൂർ ചെയ്തേക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ പൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കൂടെ വെക്കാം കേട്ടോ. അടിയിൽ കൂടെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. ഇൻ കേസ് അടിയിൽ കൂടെ വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പൂവ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വെച്ച് പിൻ ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടാം. അങ്ങനെ പൂവ് വെക്കുന്നതായിരിക്കും ഈ ഹെയർ സ്റ്റൈലിന് സൂട്ട് ആവാം. എൻ്റെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ഹെയർ സ്റ്റൈലിലേക്ക് പോവാം. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിഡ് പോർഷനിൽ നിന്നാണ് പാർട്ടീഷൻ എടുക്കുന്നത്. മിഡ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഇതും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. നമ്മൾ സാധാരണ മുടി പിന്നി ഇടത്തില്ലേ, അതായത് 3 പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ പിന്നി ഇടില്ലേ, അത് മുകളിൽ നിന്ന് ഇങ്ങനെ പിന്നി ഇടുക. എന്നിട്ട് ഫ്രണ്ടിൽ കുറച്ച് മുടി വിട്ടേക്കണം. പിന്നുന്നതിന്റെ കൂട്ടത്തിൽ അത് ചേർത്ത് ഇങ്ങനെ പിന്നി എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അധികം ഇറുക്കാണ്ട് ചെയ്യാം, ഇറുക്കിയും ചെയ്യാം. ഇറുക്കി ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒതുങ്ങിയിരിക്കും. ഇറുക്കാണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ കുഞ്ഞു ഫേസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇറുക്കാണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ച് വലുതായിട്ട് തോന്നിക്കും. എനിക്കിപ്പോൾ നല്ല വലിയ ഫേസ് ഉള്ളത് കൊണ്ടിട്ട്
ഞാൻ ഇറുക്കി കെട്ടുവാണ് കേട്ടോ. മുടിയും കൂടെ അങ്ങനെ പൊങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കൂടി ഫാറ്റായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നന്നായിട്ട് ടൈ ചെയ്ത് കെട്ടി ബാക്കിൽ സെക്യൂർ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. ബാക്കിൽ തന്നെ സെക്യൂർ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ മുടിയുടെ ഉള്ളിലോട്ടും സെക്യൂർ ചെയ്യാം. ഞാനിപ്പം ബാക്കിലാണ് കേട്ടോ സെക്യൂർ ചെയ്ത് വെക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ വശത്തും കൂടി സെയിം രീതിയിൽ കെട്ടിക്കൊടുക്കാം. ഫ്രണ്ടിൽ കുറച്ച് മുടി ഇട്ടിട്ട് നമുക്ക് പിന്നി ചേർത്ത് കൊടുക്കാം ട്ടോ. നിങ്ങൾക്ക് കുറച്ച് മുടി ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ലൈക്ക് ഇങ്ങനെ മങ്കി ഇടത്തില്ലേ, അതേപോലെ ഇട്ട് കൊടുക്കണമെങ്കിലും കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം ട്ടോ. എന്നിട്ട് ബാലൻസ് കെട്ടി വെച്ച് കൊടുത്താലും മതി. ഇപ്പൊ ഫ്രണ്ടിൽ ഫേസിന്റെ അവിടെ മുടി എടുക്കണ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടണ്ട. ഈ പോർഷനും ഞാൻ ബാക്കിൽ തന്നെയാണ് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ബാക്ക് സൈഡ്, ഹെയറിന്റെ ബാക്ക് സൈഡ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നണമെങ്കിൽ ബാക്കിൽ കൂടി കുറച്ചധികം പിന്നിയിട്ട് ക്ലിപ്പൊക്കെ വെച്ച് നല്ല നീളത്തിന് പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഭംഗിയാണ് കേട്ടോ. അല്ല നിങ്ങൾക്ക് ഹെയറിന്റെ അടിയിൽ കൂടി പൂ വെക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. ഇപ്പോൾ സിമ്പിൾ ആയിട്ടൊരു കമ്മല്, സിമ്പിൾ ആയിട്ടൊരു മാല, സിമ്പിൾ നെറ്റിച്ചുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഹെയർ സ്റ്റൈൽ ഭയങ്കര രസാട്ടോ. മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ എന്തായാലും എല്ലാവരുടെയും ഫേവറേറ്റ്സ് ആയിരിക്കും. പട്ടുപാവാടയുടെ കൂടെയും ധാവണി, സെറ്റ് മുണ്ട്, സെറ്റ് സാരിയൊക്കെ ഉടുക്കുമ്പോൾ അമ്പലത്തിലൊക്കെ പോകുന്നവരൊക്കെ ഈ ഹെയർ സ്റ്റൈൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈറൻ മുടിയിൽ ഇതേപോലെ നടുക്കിന് പാർട്ടീഷൻ എടുത്തിട്ട് വലത്തുനിന്നും ഇടത്തുനിന്നും കുറച്ച് മുടിയെടുക്കുക, ബാക്കിൽ ടൈ ചെയ്ത് വെക്കുക, എന്നിട്ട് കുറച്ച് തുളസിയോ റോസാപ്പൂവോ മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ എന്ത് പൂവായിക്കോട്ടെ ബാക്കിൽ ഇങ്ങനെ വെച്ച് പോയി കഴിഞ്ഞാൽ തനി നാടൻ കുട്ടിയായിട്ടേ തോന്നത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ഇതേപോലെ ഒരുങ്ങി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഫിലിംസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഈ 3 ഹെയർ സ്റ്റൈലും ഇഷ്ടമായെങ്കിലും പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.